ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അനേകം പ്രതിഭകളെ നമുക്ക് സമ്മാനിച്ച ടിക്ടോക്ക് പോലെയുള്ള, സ്മ്യൂള് പോലെ, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള അനേകം ജൂതന്മാരുടെ മീഡിയകളോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അത് കൂടുതലാകില്ല. കാരണം അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന, ഒരിക്കലും പുറത്തേക്ക് ഒരാളെ കാണിക്കാൻ സാധിക്കില്ലെന്നോ അതല്ലെങ്കിൽ എനിക്ക് ഈ കഴിവുണ്ട് എന്ന് പുറം ലോകം ഒരിക്കലും അറിയുമെന്നോ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത, അവരിൽ അന്തർലീനമായി കിടന്ന, അതല്ലെങ്കിൽ അവരെ ആഗ്രഹിച്ച ചില കഴിവുകളാണ് നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത് എന്ന് ഈ അനേകം മീഡിയകളിലൂടെ ശരിക്കു പറഞ്ഞാല് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഇവർക്കൊക്കെ നരകമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നതെങ്കിൽ നരകത്തിന്റെ മലക്ക് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. മാലിക് റിളുവാൻ 2 മലക്കുകളുണ്ട്. ഒന്ന് സ്വർഗം കാക്കുന്ന മലക്കും, 2 നരകം കാക്കുന്ന മലക്കും. എന്നാൽ അള്ളാഹുവിന് തന്നെ പേടിയാണ്. ചിലപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി ഓടിപ്പോയാലോ? 72 പെണ്ണുങ്ങളെയും ഒരാൾ തന്നെ മേയ്ക്കണ്ടേ? പിന്നെ നാട്ടിലുള്ളത് നല്ല ആളാണെങ്കിൽ അവരും ഉണ്ടാകും 73. ഒരാളല്ലേ ഉള്ളൂ. മറ്റേ പാൽക്കാരി പെണ്ണെ എന്ന് പറഞ്ഞതുപോലെ ആ പാൽക്കാരൻ പയ്യനെ കുറെ പെണ്ണുങ്ങളൊക്കെ കൂടി ആ കഥ നമ്മൾ പണ്ടേ വായിച്ചിട്ടുണ്ട്, നോവലിലും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഈ 73 പേരെ മേയിച്ച് വല്ലാതെ ബുദ്ധിമുട്ടി അയാളെങ്ങാനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ? പടച്ചോൻ ഈ സ്വർഗം ഉണ്ടാക്കിയിരിക്കുന്നത് വെറുതെ ആകില്ലേ? കുറെ കള്ളും പെണ്ണും പിന്നെ ചെറിയ ബാലന്മാരും, പിന്നെ തന്നെയുമല്ല ഇവരുമായിട്ട് ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട് താലങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെറുതെ ആകും പടച്ചോൻ. തന്നെയല്ല പാലാറൊക്കെ ആണെങ്കിൽ പിരിഞ്ഞും പോകും. പിന്നെ കള്ള് കുറച്ച് കഴിഞ്ഞാൽ തുറന്നു കിടക്കുന്ന കള്ളല്ലേ, അപ്പോൾ ലഹരി അങ്ങ് പോകും. അതൊക്കെ ബുദ്ധിമുട്ടായി പോകും. പടച്ചോന്റെ സൃഷ്ടി വെറുതെ ആകരുതല്ലോ. അതുകൊണ്ട് സ്വർഗം കാക്കാൻ അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നരകം കാക്കാനും. നരകത്തിലേക്ക് ആൾക്കാർ ഓടി വന്ന് കയറുമോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു ദൗർബല്യത്തോടുകൂടിയും ന്യൂനതയോടെ ബുദ്ധി കുറവും ഒക്കെയായി പെണ്ണിനെ സൃഷ്ടിക്കുക, പിന്നീട് അത് എടുത്ത് പറഞ്ഞ് പെണ്ണിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക, ഇതൊക്കെയാണ് പടച്ചോന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബീസ്. അപ്പോ പടച്ചോൻ അങ്ങനെയാണെങ്കിൽ നരകം കുറച്ചേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പ്രതിഭകൾ, എന്താ ഇവരുടെയൊക്കെ കഴിവുകൾ കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവരുടെ സൗന്ദര്യമോ അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ തൽക്കാലം നിങ്ങളെന്ന് കാണിക്കാം. ശബ്ദമൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല, ഇവരുടെ സ്കിറ്റൊന്നും എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. ഞാനൊന്ന് കാണിക്കാം. ഇതൊക്കെ പാട്ടുകളാണ് കേട്ടാ. പിന്നെ കുറെ എമിറ്റേറ്റിംഗ് ഉണ്ട്. ഇവരോട് കണ്ണെഴുതാൻ പാടില്ല, തട്ടം തലയിൽ നിന്ന് മാറാൻ പാടില്ല, അത് നിങ്ങളുടെ തട്ടം കുറച്ചൊന്ന് മാറി നിങ്ങളുടെ തലമുടി കണ്ടു കഴിഞ്ഞാല് അള്ളാഹു പ്രശ്നം ഉണ്ടാക്കും, അള്ളാഹുവിന് കുരുപൊട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഇവരെങ്ങാനും മൈൻഡ് ചെയ്യോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവർക്കൊന്ന് ആടണം, ഇവർക്കൊന്ന് കളിക്കണം, ഇവർക്കൊന്ന് തുള്ളണം, ഇവരുടെ സൗന്ദര്യം ഒന്ന് 4 പേര് കാണണം. ഇതൊക്കെ ഇവരുടെ ആഗ്രഹങ്ങളാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇവരുടെ അനേകം കഴിവുകളും മികവുകളും ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാതിരുന്നതാണ് ഇവര്. അതിനാണ് പറ്റിയ ഒരു മീഡിയ കിട്ടിയത്. അപ്പോൾ അതിലൂടെ അവർ നന്നായി യൂട്ടിലൈസ് ചെയ്തു അവർക്ക് കിട്ടിയ ചാൻസുകൾ. അത് തന്നെയാണ് സംഭവിച്ചത്. ഇവരോടൊക്കെ അത് പറ്റില്ല, ഇത് പറ്റില്ല, കുപ്പിവള ഇടരുത്, പെർഫ്യൂം ധരിക്കരുത്, അത് വേശ്യകളെ പോലെയാണെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നബി എന്ത് നബിയാണെന്നല്ലേ ചോദിക്കുള്ളൂ. നോക്കൂ, കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളാ. എന്തെല്ലാം സ്കിറ്റുകളാണ് ഇവര് ചെയ്യുന്നതെന്ന് അറിയോ? കണ്ടാൽ തന്നെ അയ്യോ നമുക്ക് അന്തം വിട്ടുപോകും നമ്മള്. കാരണം ഇവരിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും ഇവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും ആയിരിക്കില്ല ലഭിക്കുന്നത്. വീട്ടിൽ നിന്നും ഇവർക്ക് ഭ്രഷ്ട് തന്നെയാണ്. എന്തിനാണ് അത് ചെയ്യാൻ പോയത്? അവര് കാണുന്നു, ഇവര് കാണുന്നു, മറ്റവര് കാണുന്നു, തലയിൽ നിന്ന് തട്ടമൊന്ന് മാറിയാൽ അത് കാണുന്നു, ഇത് കാണുന്നു. ഇതൊക്കെ തന്നെയാണ് രീതികൾ. പക്ഷേ കണ്ടാലിപ്പോ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. നമ്മുടെ തലമുടി ഒന്ന് ആരെങ്കിലും കണ്ടുപോയാൽ ഉടനെ തന്നെ അയ്യോ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, അതിനിപ്പോ എന്താ, വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ മൂടി പൊതിഞ്ഞാണോ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന നല്ല സ്കിറ്റുകളാണ് കേട്ടോ. പിന്നെ സിനിമയിലെ ചില കോമഡി ഭാഗങ്ങളൊക്കെ എടുത്തിട്ടിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഉമ്മുമ്മയുമുണ്ട്. ടിക്ടോക്കിൽ ഉമ്മുമ്മയൊക്കെ വരികയാണ്. നമ്മൾ ഈ ഓൺലൈൻ പഠനം 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴത്തേക്കിനെ കണ്ടില്ലേ, ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോഴേക്ക് ഒരു ഉമ്മ ഹാൻഡ്സ് അപ്പ് ചെയ്യും. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇരിക്കും. അപ്പോ അവരും ഒക്കെ ആ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണ്.
അനേകം പ്രതിഭകളെയാണ് ഈ മതം നമുക്ക് ഇല്ലാതാക്കിയത്. ഈ കുട്ടികൾ എന്തെല്ലാം തരത്തിലാണെന്ന് അറിയാം. ഇവരുടെ ക്രിയേറ്റിവിറ്റിയും ഭയങ്കരമാണ്. ഇവര് തന്നെ ഒരുപാട് സ്കിറ്റുകൾ ഫോം ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോ വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല രസമായിട്ടാണ് ഇവര് ചെയ്യുന്നത്. അതല്ല, ഞാനൊന്ന് സ്പീഡ് ഒന്ന് കൂട്ടിയേക്കാം, പിന്നെ ഒരുപാട് നമ്മുടെ ടൈം നഷ്ടപ്പെടുത്തില്ല. കണ്ടില്ലേ, കരിയൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് കുട്ടികൾ നന്നായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അവരുടെ ഒരുപാട് കഴിവുകളും മികവുകളും 4 പേര് കാണുമ്പോൾ അതൊന്ന് ലൈക്ക് അടിക്കുമ്പോൾ അതിന് കമന്റ്സ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന വല്ലാത്ത സന്തോഷമുണ്ട്, അനുഭൂതി. അത് വളരെ വലുതാണ്. അത് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടുന്ന ഒരു സാധനം അല്ലത്. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഈ കുട്ടികൾക്കറിയാം. മറ്റുള്ളവരൊന്ന് കാണുമ്പോൾ അവരൊരു ബ്ലോഗറാണ്, അതല്ലെങ്കിൽ ഒരു ഡാൻസറാണ്, വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളാണ്, അവര് പാടാൻ കഴിവുള്ള കുട്ടികളാണ് എന്നൊക്കെ 4 പേര് അറിയുമ്പോൾ അവര് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഇത്രയും കാലവും പുറത്താരും അറിയാതെ വെച്ചിരുന്ന കഴിവുകൾ എടുത്ത് പുറത്തിടുകയാണ് ഇവര് ചെയ്യുന്നത്. ഇനി തട്ടമിട്ടാ കുഴപ്പം, തട്ടമിട്ടില്ലെങ്കിൽ അത് കുഴപ്പം, തട്ടമിട്ടിട്ട് ഒരല്പം ഒന്ന് മാറിപ്പോയാ കുഴപ്പം, തലമുടി ഒന്ന് കണ്ടാ കുഴപ്പം, മുഖം കണ്ടാ കുഴപ്പം, ഇന്ന ആളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്താ കുഴപ്പം. എല്ലാത്തിനും ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ കുഴപ്പം കണ്ടുകൊണ്ടിരുന്നാല് ഇസ്ലാമിൽ പിന്നീട് ആളുകൾ തന്നെ ഇല്ലാതാവും. അതുപോലെ മണവാട്ടി പെൺകുട്ടി പാട്ട് പാടുക, ചക്ക വെട്ടുക, തേങ്ങ പൊളിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. അപ്പം ഇതിനൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ച് എത്ര കാലം ഈ കുട്ടികളെ ഇങ്ങനെ അടച്ചിടാൻ പറ്റും? ഒരുപാട് കാലമൊന്നും അങ്ങനെ അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി മതത്തിന്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് ഇവര് മൈൻഡ് പോലും ചെയ്യില്ല. ഇനി മതവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്ക്, നിങ്ങളുടെ മതം കൊണ്ട് കുഴിച്ചു മൂടാൻ പറയും. കണ്ടില്ലേ, എന്ത് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് കുട്ടികൾ വരുന്നത്. മിക്ക വീഡിയോസിലും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അവരെ ഒന്നും അവരുടെ കുടുംബത്തിൽ പൂമാലയിട്ട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. ഇദ്ദേഹത്തെ നമുക്കറിയാം, ബഷീർ ബാഷി. അപ്പോ ഇതൊക്കെ കുടുംബക്കാർ അംഗീകരിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം, മുമ്പ് ഒരു പെൺകുട്ടി ഏതോ ഒരു ഡാൻസ് കളിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. 3-4 പെൺകുട്ടികൾ ഒരുമിച്ച് നിന്നിട്ടാണ് കളിച്ചത്. അപ്പൊ അത് കളിച്ചപ്പോഴേക്ക് ആ പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് സദാചാര ആങ്ങളമാര്, സൈബർ ആങ്ങളമാര് രംഗത്ത് വന്നു, ഉസ്താദുമാര് വന്നു. പിന്നീട് ആ പെൺകുട്ടി ജീൻസ് ഇട്ട് തന്നെ ആ പാട്ട് കളിച്ചു. അതിനിപ്പോ എന്താണ് പ്രശ്നം എന്നുള്ള രൂപത്തില്. പിന്നീട് ആ കുട്ടിയെ വലുതായിട്ട് ഞാൻ അങ്ങനെ മേഖലയിലൊന്നും കണ്ടില്ല. ആ കുട്ടി പറഞ്ഞു, എനിക്കിനി നരകമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഞാൻ നൈസായിട്ട് അങ്ങ് നരകത്തിൽ പോയിക്കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു. എത്രയോ ഉസ്താദുമാര് സ്വർഗത്തിലേക്കുള്ള വേല ചെയ്തിട്ട് ഇപ്പോഴും പീഡനം, കുട്ടികളെ പിടിപ്പിച്ചിട്ട് നരകത്തില് ജയിലിൽ കഴിയുന്നില്ലേ, അവർക്കൊന്നും സ്വർഗം കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ നല്ല മറുപടി കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് ആ കുട്ടിയെ കണ്ടില്ല. കുട്ടികളൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാ വരുന്നത്. കാരണം അവർക്കതൊക്കെ ഇഷ്ടമാണ്. അവരതൊക്കെ തന്നെയാണ് സ്വപ്നം കാണുന്നത്. അവർക്ക് അങ്ങനെയുള്ളൊരു ലൈഫ് തന്നെയാണ് വേണ്ടത്. അവരതൊക്കെ ആഗ്രഹിക്കുന്നു. എത്രയോ പെൺകുട്ടികള് യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി ആ ചാനലിലൂടെ ഉമ്മയെയും വാപ്പയെയും ഇരുത്തി സ്കിറ്റ് ചെയ്യുന്നുണ്ട്. കഥകളി രംഗത്ത് തട്ടമിട്ട പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? എല്ലാ മേഖലകളിലും, പാചകകലയാണെങ്കിൽ ധാരാളം പെൺകുട്ടികൾ പാചകത്തിന്റെ മേഖലയിൽ മാത്രം യൂട്യൂബറായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരെ ഒന്നും വല്ലാതെ തളച്ചിടാൻ ആർക്കും സാധിക്കില്ല. ഇവരൊക്കെ പോകുന്നത് മതത്തിന് വിപരീതമായ ഒരു ദിശയിലൂടെയാണ് എന്നാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. അതായത് മതത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരത്തിന് പുറത്താണ് ഇവരൊക്കെ. മതമുണ്ടാക്കിയ ചട്ടക്കൂടിന് പുറത്താണ് ഇവരൊക്കെ. ഇപ്പോ മതം പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരുന്നാല് ഇവർക്കൊന്നും ഈ മേഖലയിലേക്ക് തുടരാൻ പറ്റില്ല. അപ്പൊ മുഖം കാണാൻ പാടില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല, ആടുക, പാടുക, കണ്ണെഴുതുക, പൊട്ടുതൊടുക, പൗഡർ ഇടുക, അതല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ വന്നു നിന്ന് സംസാരിക്കുക, ഇതൊക്കെ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളാണ്. അപ്പോ ഇവരൊക്കെ മതത്തിനകത്താണ് സാധാരണഗതിയിൽ സംസാരിക്കുമ്പോഴുള്ളത്. കാരണം അവർ തട്ടമിട്ടിട്ടുണ്ട്. ഒരു തട്ടത്തിന്റെ പേരിൽ മാത്രമാണോ സ്വർഗവും നരകവും ഒക്കെ നിർണയിക്കപ്പെടുന്നത്? നമുക്ക് ചില സമയം ഈ മതത്തിന്റെ ചില നിയമങ്ങൾ കേൾക്കുമ്പോഴേക്ക് ചിരി വരും.
ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കും പ്രവാചകൻ പഠിപ്പിച്ചത് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുമായിരിക്കും. കാരണം പുരുഷൻ ഉണ്ടാക്കിയ സ്വർഗമാണല്ലോ, അള്ളാഹു പുരുഷനാണ്, അള്ളാഹു ഉണ്ടാക്കിയ സ്വർഗമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പുരുഷന്മാര് ചെല്ലണമെന്ന് ആഗ്രഹിച്ചതും പടച്ചോൻ തന്നെയാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, അതും പടച്ചോന്റെ തന്നെ കുഴപ്പം കൊണ്ടാണ്. സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്, അതും പടച്ചോന്റെ കുഴപ്പമാണ്. സ്ത്രീകൾക്ക് വിവരം കുറവാണ്, അതും പടച്ചോന്റെ കുഴപ്പമാണ്. സ്ത്രീകൾക്ക് ഏറ്റവും മുകളിലത്തെ പുരുഷന്റെ വളഞ്ഞ വാരിയിൽ കൊണ്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത്, അതും പടച്ചോന്റെ കുറവാണ്. സ്ത്രീ വളഞ്ഞാണ് ഇരിക്കുന്നത്, വക്രതയോടുകൂടി അവളെ ഉപയോഗിക്കണം, അതും പടച്ചോന്റെ കുറവാണ്. അത് നോക്കാൻ ശ്രമിച്ചാൽ ഒടിഞ്ഞു പോകും, അതുകൊണ്ട് വളഞ്ഞതുപോലെ തന്നെ വെച്ച് നീ ഉപയോഗിക്കുക, അതും പടച്ചോന്റെ കുറവാണ്. അരിജാലു കവാമൂൻ അലന്നിസ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ്, അതും പടച്ചോന്റെ കുഴപ്പമാണ്. ഇത് എല്ലാത്തിന്റെയും ആത്യന്തികമായ തെറ്റ് ചെയ്തത് അള്ളാഹുവാണ്. പെണ്ണിനെ ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും അത് എടുത്തെടുത്ത് പറയുകയും ചെയ്തു. അപ്പൊ പെണ്ണിനാണ് നരകം കൊടുക്കുന്നതെങ്കിൽ ഇവരെയൊക്കെ ഈ നരകത്തിന്റെ മാർഗത്തിലേക്ക് തള്ളിവിട്ടതാരാ? പടച്ചോൻ തന്നെയല്ലേ. ഇവർക്ക് ഈ കഴിവ് കൊടുക്കുകയും ഇവർക്ക് ഈ മേഖലയിലേക്ക് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് പടച്ചോൻ തന്നെയല്ലേ. അവർക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, ഒന്ന് പോപ്പുലർ ആകണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, പാചകങ്ങളൊക്കെ എടുത്തിടണം, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് തന്നെ പടച്ചോൻ വിചാരിച്ചാൽ അവരുടെ മനസ്സിനെ മാറ്റിവിടാൻ പറ്റില്ലേ? ഞാൻ വിശ്വാസികളോടാണ് എന്റെ ചോദ്യം. മാറ്റിവിടാൻ പറ്റില്ല. കാരണം പടച്ചോൻ തന്നെ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ മുഴുവനും സന്മാർഗത്തിലാകുമായിരുന്നു, പക്ഷെ ഞാൻ വിചാരിക്കത്തില്ല. കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കൂ എന്ന് പടച്ചോൻ തന്നെ പറഞ്ഞതാ. അപ്പൊ ഇതൊക്കെ പടച്ചോന്റെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. നന്ദി എന്തായാലും.